ഹലോ, അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മണാലിത്തെ ട്രിപ്പ് കഴിഞ്ഞ് വന്നു. നമ്മൾ അടുത്ത ട്രിപ്പ് പോയി മൂന്നാറാണ് കേട്ടാ. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം മൂന്നാറ്. മൂന്നാറ് എന്ന് കേട്ട ഞാൻ ആദ്യം പറഞ്ഞത് പറക്കാട്ട് റിസോർട്ടാ അല്ലേ? തീർച്ചയായിട്ടും വേറെ എവിടെയും നമുക്ക് പേര് വരില്ല. അപ്പൊ ആ പറക്കാട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. അത് വേറൊന്നും വേറൊന്നും കൊണ്ടല്ല നമ്മളിവിടെ വരാൻ കാരണം നമ്മുടെ അച്ഛനും അമ്മയും കുറച്ച് ദിവസമായിട്ട് ഇഷ്യൂ നടക്കണൊക്കെ അറിയാം. അപ്പൊ അവര് വീഡിയോ ഒന്നുമില്ല, മെന്റലി ഫിസിക്കലി അവര് ഫുള്ള് ഡൗൺ ആയിരിക്കായിരുന്നു. അവരൊന്ന് ഓക്കെ ആക്കി എടുക്കണം. നമുക്ക് അച്ഛനമ്മമാരെ അവർ ഓക്കെ ആയി കാണുന്നതല്ലേ നല്ലത്. കാരണം ടെൻഷൻ അടിച്ചിട്ടും വീഡിയോസും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഒരു വീട്ടിലിങ്ങനെ ഒതുങ്ങിയിരുന്നു. അവരുടെ വരുമാനം അത് തന്നെയാണ്. അപ്പൊ അവരതെന്തായാലും മുന്നോട്ട് ആക്റ്റീവായി വന്നല്ലേ പറ്റും. അപ്പൊ അതിൽക്കൊന്നും ഇല്ലാതിരിക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നില്ല. അപ്പൊ ഞങ്ങക്ക് ആ പ്രശ്നം നടക്കുന്ന ടൈമില് എങ്ങോട്ടും പോകാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോഴേക്കും നമുക്ക് അടുത്തൊരു യാത്രയും കാര്യങ്ങളൊക്കെ വന്നു. നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വന്നാൽ നേരെ വീടെത്തി കുളിച്ചു. ഞാൻ നേരെ മൂന്നാർ വന്നു കേട്ടാ. അപ്പൊ ഞങ്ങളെല്ലാം വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ഭംഗി വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം റൂമായാലും ഇവരുടെ ഫെസിലിറ്റി ആയാലും ഇവരുടെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെ സർവീസ് ആട്ടാ. ഇവരുടെ കസ്റ്റമർ സർവീസ് ഭയങ്കര ഒരു രക്ഷയില്ലാത്ത. കാരണം നമ്മളെ റിസപ്ഷൻ ആയാലും ഏത് ഭാഗത്ത് ഞാൻ ഈ വീഡിയോയില് സ്റ്റാർട്ട് ചെയ്യും. ഈ ഇൻട്രോ കഴിഞ്ഞാൽ കേട്ടാട്ടോ. കാരണം അതിന് നല്ല പോസിറ്റീവ് വൈബല്ലോ. നമുക്കൊരു ഹാപ്പി മൊമെന്റ്. അത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാട്ടെ. കാരണം അച്ഛനും അമ്മയാണല്ലോ ഇതിന് ഉത്തരം അവരുടെ ഹാപ്പി ആക്കാനാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അവരെങ്ങനെയുണ്ട് നമുക്ക് ചോദിച്ചോളാം. കാരണം അപ്പൊ ഇനിയിപ്പോ നമ്മളിന്ന് രണ്ടാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊന്ന് ഓക്കെ ആക്കി എടുത്ത് അവർ വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട് ഞങ്ങള്. അവർ ഓക്കെ ആവണം. ഓക്കെ ആയാലേ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കേണ്ടവരല്ലല്ലോ. നമ്മള് ഇറങ്ങണം. നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്. അത് വെച്ച് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങളും വരും. അതിനൊന്നും നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിന്റെ വഴിക്ക് വിടുക. നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയൊക്കെ ഫ്രഷ് ആക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ നമുക്ക് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് എങ്ങനെ എന്തൊക്കെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് ഈ ഒരു റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെ. അതെല്ലാം നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോയാൽ. അപ്പോൾ അതായതാട്ടോ നമ്മളെ പറക്കാട്ട് റിസോർട്ട്. എൻ്റെ ഫ്രണ്ട് വശനാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ. നല്ല ക്ലൈമറ്റും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 2 ആനയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എന്താ നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവർ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. അങ്ങനെ കുറിയൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും വെൽക്കം ചെയ്ത് കയറ്റി വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളെല്ലാം എടുത്തിരുന്നുണ്ട്. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഏട്ടൻ കയറുന്നതിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളും റൂമും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യലും പരിപാടികളായപ്പോൾ ഏട്ടന് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ വെൽക്കം ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അവിടെ ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ഭംഗിയില്ല അവിടെ സെറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മള് വിഘ്നേശ്വരൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി വഴിയേ നമ്മള് വീഡിയോയിൽ പെടും കേട്ടോ. ഓ, ഞാൻ നിന്നോട് ഇട്ടോ ചോദിക്കൂ. അടിപൊളിയല്ലേ? എന്താ എന്റെ ഫീല്? ആനയുണ്ട്, ആന. നമുക്ക് മുമ്പത്തെ വെച്ചാൽ പോണ്ടേ? നമ്മള് വേറെ എവിടെയല്ല കേട്ടോ, പറക്കാട്ടിലാണ്. എന്താ രസം. യെസ്, റൂമിൽ ഇതാണ് ഫസ്റ്റ് ഏരിയ. ആദ്യം ഞങ്ങള് ഡോർ അടക്കിട്ട് ഭയങ്കര ബഹളം അവിടെ. ഭയങ്കര ശബ്ദമാണ്. ഇത് തന്നെ ആകൊരു സെറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരും കൂടി നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്ഥലം. 2 ആൾക്ക് ഇരിക്കാൻ പറ്റാ. ഒരാള് നോക്കുന്നത്. ഒരു അച്ഛനമ്മയ്ക്ക് ഒരു കുട്ടിക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇരുന്നതാ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ. ഗ്ലാസ് ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ആദ്യം നോക്കുക. സത്യം പറയാം, ഇവിടെ പോയാലും
വാഷ്റൂമാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുക. അതെനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ വീഡിയോയിലും ഏത് ട്രിപ്പ് പോണ വീഡിയോയിലും ഞാൻ പറയുന്ന മെയിൻ കേസാണ്. ഞാൻ വാഷ്റൂമാണ് ആദ്യം നോക്കുക. അതടച്ചോ? അപ്പൊ നിനക്ക് ശരിക്കും ബാത്റൂമാ തോന്നില്ല കേട്ടാ. സ്പേസ് പോവില്ല. അടുത്ത ബെഡ്റൂം പോലെയാണ്. ഇതൊരു ഹോളൊന്നും പറയാൻ ബെഡ്റൂം മാത്രല്ല അല്ലേ, ഒരു ഹോള്. ഫ്രിഡ്ജ് ഉണ്ട്, വലിയ ഫ്രിഡ്ജ്. സാധാരണ ഇത്ര വലിയ ഫ്രിഡ്ജ് ഉണ്ടാവാറില്ല. പക്ഷെ ഒരുപാട് ലൈറ്റ് ഒന്നുമില്ല നമുക്ക്. നല്ല ഒരു പ്രത്യേക ഒരു രാജകീയമായിട്ടുള്ള ലുക്ക് കേട്ടാ. ഇവിടെയും നമുക്ക് ആൾക്കാർ രണ്ടാൾക്കൊക്കെ വന്നിരുന്ന് ബുക്ക് വായിക്കണവർക്ക് ബുക്ക് വായിക്കാൻ എന്താണെങ്കിൽ എന്റർടൈൻമെന്റ് അല്ലേ. ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി ആ സാധനം. ഇവിടെ കെറ്റില് വെക്കാനോ എന്തോ അങ്ങനത്തെ സാധനം. അപ്പൊ ഇവിടെ എന്തോ ഒരു സാധനം അങ്ങനെ എന്തോ ആണ്. ആ നോക്കടി. ഷെൽഫും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 3 ആൾക്ക് ഇരിക്കാം. പിന്നെ ടിവിയും എന്ത് ഭംഗിയാന്ന് സത്യം പറയാനോ. സെറ്റപ്പ് കാണാത്തൊരു സെറ്റിലത്. ഈ വാഷ്റൂം ഈ ടൈല് ഞാൻ കണ്ടുപിടി. ഈ ടൈൽ എടുത്താലും നമ്മുടെ ബാത്റൂമിലേക്ക് ഞാൻ ചിന്തിച്ചു. സത്യം അടിപൊളി ബാത്റൂം. എനിക്ക് നമ്മുടെ മിത്തുമേരിയുടെ ഇതില് മിത്ത് പറഞ്ഞിട്ടുണ്ട് സ്വർണത്തിന്റെ ക്ലോസറ്റ് അല്ലേ. ഇവിടെ തന്നെ തോന്നുന്നു പറക്കാണ്ട് കുളിക്കുന്ന ഒരു ഏരിയ കേട്ടാ. സ്വർണത്തിന്റെ ശരിക്കും ബാത്റൂമായിട്ട് തോന്നുന്നില്ല. സത്യം നമുക്ക് ടോയ്ലറ്റൊക്കെ വരുമ്പോ നമുക്കൊരു തോന്നും അവിടെ തൊടാനോ നമ്മുടെ ഡ്രസ്സ് എവിടെ മുട്ടുമ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ എവിടെ റൂം എടുത്താലും നമ്മൾ ഡ്രസ്സ് പറഞ്ഞാല് ബാത്റൂമിൽ കൊണ്ടുവരും. റൂമിലിട്ട് കുളിയിൽ ഓരോന്നോരോന്ന് എടുത്തേരാൻ പറയും. അങ്ങനെ മാറും കേട്ടോ. നമുക്ക് ബാത്റൂമിൽ കൊണ്ടിടാൻ തോന്നില്ല. പക്ഷെ ഇവിടെ സത്യം ഒരു കുഴപ്പമില്ല കേട്ടാ. അടിപൊളി. ഇനി പിന്നെ ഇനി അടുത്തെന്താ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സ്ഥലം മമ്മൂട്ടി ഉണ്ടല്ലേ. ഇത് നോക്കിയേ. എത്തില്ലേ അനേട്ടാ? തുറന്നു കൊടുക്കോ? ഇത് തുറക്കോ? ആരാടാ? പൊന്നൂര് എത്താത്ത അച്ഛൻ വന്ന് തുറന്നു കൊടുത്തല്ലോ. പൊന്നോ എത്തില്ല. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഭയങ്കര ഹൈറ്റാ. നമുക്ക് കുട്ടികൾക്ക് സ്വതവേ ബാൽക്കണി പേടിയാട്ടോ. കുട്ടികളെ കൊണ്ട് ഇറങ്ങാനൊക്കെ പേടിയാ. പക്ഷെ ഇവിടേക്ക് ടെൻഷനില്ല. എന്താ വെച്ചാൽ ഹൈറ്റും ഉണ്ട്, ചെറിയ ചെറിയ കള്ളികളാണ് കേട്ടോ. ചിലത് ഇങ്ങനെ ഗ്യാപ്പ് ഭയങ്കര ഭയങ്കര ടെൻഷനാ കുട്ടി. എന്നെ എവിടെയും കണ്ണാടിട്ടേ. അതാണ് സത്യം പറഞ്ഞാൽ നമ്മള് എല്ലായിടത്തും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ റൂം തുറന്നു കഴിയുമ്പോ മൂന്നാർ വന്നു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഇത് ഈ തേയിലത്തോട്ടം. ഞാൻ മൂന്നാർക്ക് വരുന്നത് തന്നെ ഈ തേയിലത്തോട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനാട്ടോ. നോക്കിയേ ഇപ്പൊ നമ്മുടെ റൂമിന്ന് രാവിലെ കാണണ്ടല്ലേ. പിന്നെ നോക്കിയേ എങ്ങനെയുണ്ട്? പിന്നെ വന്ന വർഷം തിരിച്ചു പോലല്ലേ നമ്മളെവിടെ ഇവിടെ ഒന്ന് 2 ദിവസം സ്റ്റേ ചെയ്യാൻ പറഞ്ഞപ്പോ നമ്മള്
ചളി അടിക്കായിരിക്കും വീട്ടിൽ. അല്ല ഇത് നല്ല സുന്ദരാണ്. അല്ല ഭക്ഷണം കഴിക്കാതെ തുടച്ചാൽ നീറ്റാവും ചെയ്യുന്നു. വിശക്കുണ്ട്. രാവിലെ ആരും ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളവിടെ എത്തുമ്പോഴേ ഒരു 10 മണി 10:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റൂമിലെത്തി. അവിടെ ഇരുന്ന് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണത്. അങ്ങനെ നമ്മൾ 12:30 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കേണ്ടി നേരെ റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ ബുഫേ ആയിരുന്നു. ഞാൻ അന്നത്തെ ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം നമുക്ക് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ചിക്കൻ വറുത്തത്, ചിക്കൻ കറി, പിന്നെ ഇഞ്ചിക്കറി, പപ്പടം, പരിപ്പ് കൂട്ടാനല്ല, സാമ്പാർ, അങ്ങനെ ഒരുപാട് തരം ഫുഡ് ഉണ്ടായിരുന്നു. ക്യാബേജ് ഉപ്പേരി, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ നെയ്ച്ചോറ്, ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ഐറ്റംസ് മാത്രം നമ്മളെടുത്ത് വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. ഉണ്ണികൾക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തലേദിവസം യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. അതാണ് എല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. കാരണം രാത്രി ഉറക്കമുണ്ടായിട്ടില്ലല്ലോ, നമ്മൾ യാത്രയും കാര്യങ്ങളായിട്ട്. അപ്പോൾ അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റൊരു 5 മണിക്കാകുമ്പോൾ എഴുന്നേറ്റ് നേരെ പിള്ളേർ വാശി പിടിച്ച് തുടങ്ങി പൂളിലേക്ക് വന്നിട്ട്. അപ്പോൾ നേരെ നമ്മൾ പൂളിലേക്ക് വന്നു. അതും നല്ല ഭംഗിയുള്ളൊരു ഏരിയ കേട്ടോ. ഇങ്ങനെ ആനൊരു തുമ്പിക്കയിൽ നിന്ന് വെള്ളം വരുന്നതും കുട്ടികൾ ഗെയിമിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുണുക്കനെ കുണിക്കും ആദ്യമേ ഓടി ഓടി പോകുന്നുണ്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആർക്കും റിസോർട്ട് എടുക്കുമ്പോൾ മൈൻഡിൽ ഫസ്റ്റ് ഉണ്ടാകുന്ന കേസാണ് പൂള് വേണം എന്നുള്ളത്. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാകും പൂളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂളിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ കുളത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആഴം കാര്യങ്ങളൊക്കെ പേടിക്കണം. നീന്തൽ അറിയാത്തവർ നന്നായി പേടിക്കണം. പക്ഷേ പൂളാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പേടിയില്ലല്ലോ. നമുക്ക് ഏകദേശം ആഴം കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ലേ നമ്മൾ കളിക്കും. പിന്നെ പിള്ളേർക്ക് അതിൻ്റെതായ ഒരു പാർട്ടുണ്ട്, വേറൊരു സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കാത്തുമ്മയ്ക്ക് അടക്കം നിൽക്കാൻ പറ്റും കേട്ടോ. വെള്ളത്തിൽ കാത്തുമ്മൻ്റെ തന്നെ നെഞ്ച് വരിക്കേണ്ട വെള്ളമുള്ളൂ. അപ്പോൾ അങ്ങനെ കാത്തുമ്മ ആദ്യം ഭയങ്കര അലമ്പായിരുന്നു. അങ്ങനെ വെള്ളത്തിൽ ഇറക്കിയപ്പോൾ പിന്നെ കണ്ടോ അവൾക്ക് തനിയെ ഇറങ്ങണം എന്നായി. നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു 5:30-6 മണിയായില്ലേ, തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവൾ നല്ലോണം വെള്ളത്തിൽ കളിച്ചിട്ടാ. പിന്നെ അവൾ കരഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് അവളെ വെള്ളത്തിൽ ഇറക്കി എടുത്തു. അപ്പോൾ അവൾ ചിരിക്കാൻ നോക്കി. അവൾക്ക് എന്തോരം ഇഷ്ടമെന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കാത്തും ആദ്യമായിട്ട് അല്ല, അവൾ നല്ല ചെറുപ്പത്തിലാണ് നമ്മൾ ഒരിക്കൽ അവൾ പൂളിൽ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇപ്പോഴാണ് ഇറങ്ങുന്നത്. അവൾക്കിങ്ങനെ അറിഞ്ഞ് കളിക്കാൻ പറ്റുന്നൊരു പ്രായമായിപ്പോൾ ഇറങ്ങുന്നത് ഇപ്പോഴാണ്. കുണിക്കുകയും ചെറിയ ജലദോഷമുള്ളതുകൊണ്ട് അവർക്ക് തൊപ്പിയിട്ട് കൊടുത്തിട്ടുണ്ട് തലയിൽ വെള്ളമാവാതിരിക്കാൻ. കാത്തുമ്മേനെ നമ്മൾ പിന്നെ എപ്പോഴും നമ്മൾ പിടിച്ചിട്ടാണ് കളിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ അവൾക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കുണിക്കിനെ ഇറക്കി വിട്ടാൽ പിന്നെ നമ്മളെ കയ്യിൽ അവരെ കിട്ടില്ല. അത്ര ഇഷ്ടമാണ് അവർക്ക്. അപ്പം കാത്തുമ്മ എന്താ എന്തോരം ഇഷ്ടത്തിലാണ് കളിച്ചതെന്ന് വെച്ചിട്ടാ. ആൾക്ക് തണുപ്പ് ഒന്നും വിഷയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ 6:30-7 മണിയായി. അപ്പോഴും പിള്ളേർ കയറിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം കുറച്ച് കഴിഞ്ഞപ്പോൾ കാത്തുമ്മ വാശിയായി. എനിക്ക് വെള്ളത്തിൽ കളിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ 8 മണിയൊക്കെ ആയപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഫുഡ് കഴിക്കാനും രാത്രിത്തെ ഫുഡിനും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നൂഡിൽസും നെയ്ച്ചോറും അങ്ങനെ കയ്യിൽ എണ്ണാൻ പറ്റാത്തതിൻ്റെ അപ്പുറം ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഡെസേർട്ടായിട്ട് ഗുലാം ജാമും ഒരുപാട് ഫ്രൂട്ട്സും കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചു. നമ്മളിന്ന് മൊത്തത്തിൽ ക്ഷീണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. നമ്മളെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും നാളെ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതെന്തൊക്കെയാന്ന് നോക്കിയാലോ. വേഗം വാ. അച്ഛനമ്മയൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ എന്താ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അമ്മ റെസിപ്പി തപ്പാണ് ഇവര്. അപ്പം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇതൊക്കെ. ഇതിൽ കള്ളപ്പം ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, സാമ്പാർ, ഇഡ്ഡലി, പൂരി, മസാല, അതേപോലെ പഴങ്കഞ്ഞി, പിന്നെ ഒരുപാട് സലാഡുകളും നൂഡിൽസും ഉപ്പുമാവും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചമ്മന്തികൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സെറ്റ് ഫുള്ളും ചമ്മന്തികളാണ്. ഏതൊക്കെ തരം ചമ്മന്തികളാണെന്നൊരു പിടുത്തില്ല. പിന്നെ പുട്ടും കടലും ഉണ്ട്.
പിന്നെ ഉരുളൻകിഴങ്ങ് വറുത്തതിന് ഒരുപാട് ഐറ്റംസ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. സത്യം പറഞ്ഞ ഇതല്ലാതെ നമ്മൾ കഴിച്ചിട്ടില്ല. കാരണം കഴിക്കാൻ പറ്റില്ല, കാരണം വയറ് നിറഞ്ഞു പോവും. ആകെ കുറച്ച് ശേഷം എടുത്തിട്ടാണ് നമ്മൾ കള്ളപ്പം ചിക്കൻ കറിയും ഇഡ്ഡലി സാമ്പാർ ഉഴുന്നുവടയൊക്കെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയില്ല, സൂപ്പറായിരുന്നു. ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, ഇത്രയും തണുപ്പുള്ള സ്ഥലമാണ്. അതുപോലെ പാൻ കേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ണികളൊക്കെ പാൻ കേക്കാണ് കഴിച്ചത്. പഴംപൊരി ഉണ്ടായിരുന്നു. ഇത് കള്ളപ്പും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയും കൂടിയാണ് ഫുഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏട്ടൻ ആകെ ചമ്മന്തികളും ഒരു 3 തരം ചമ്മന്തി, സാമ്പാർ, ഇഡ്ഡലി, ഇതാണ് ഏട്ടൻ എടുത്തത്. ഞാൻ പഴങ്കഞ്ഞി നന്നായി വീഡിയോസ് എടുത്തിട്ടുണ്ട്, എനിക്ക് പഴങ്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്കുള്ള എല്ലാ ഉണ്ണികൾക്കുള്ളതൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അമ്മയും ഇഡ്ഡലിയും തന്നെയാണ് കഴിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, കൂടെ കാത്തുമ്മയ്ക്ക് അരച്ചു കൊടുക്കുന്നുണ്ട്. കാത്തുമ്മയ്ക്ക് പിന്നെ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ അത് നന്നായി കഴിച്ചിരുന്നു. അവൾ പിന്നെ ഇവിടെ അവളെ സ്വന്തം സ്ഥലം പോലെ അവൾ നടന്നുകൊണ്ടാട്ടോ ഫുഡ് കഴിക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള സീറ്റ് കിട്ടിയില്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അമ്മയും അച്ഛനും ഉണ്ണികൾക്ക് അപ്പുറത്താണ്, ഞാനും പെബി മാത്രമേ ഈ ടേബിളിമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാത്തുമ്മ അവിടെയും പോവും ഇവിടെയും വരും, അങ്ങനെയാട്ടോ അവൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ ടൈമായപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. തണുപ്പുണ്ടെങ്കിലും നല്ല വെയിലിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ചുളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇതിലൊരു ചമ്മന്തി ഉണ്ടായിരുന്നു, ഭയങ്കര ചുമപ്പ് കളറിൽ, അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ നല്ല എരിവാണ്, നമുക്ക് വെള്ളം കുടിക്കാതെ കഴിക്കാൻ പറ്റില്ല, അത്ര എരിവ് കേട്ടോ അത്. പക്ഷേ ഞാൻ പിറ്റേ ദിവസം ആ ചമ്മന്തി തെരഞ്ഞു എടുത്തിരുന്നു. പിന്നെ ഏട്ടായാലും ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുന്നു. ഞാൻ പഴങ്കഞ്ഞിയും പോയിട്ട് എടുത്തു കൊടുന്നു. കാരണം എനിക്ക് പഴങ്കഞ്ഞി കണ്ടിട്ട് ആദ്യമേ അത് കഴിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം. നമ്മൾ വേറെ ഏത് റിസോർട്ടിൽ പോയാലും പഴങ്കഞ്ഞി കിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഇതുവരെയ്ക്ക് എവിടെയും കണ്ടിട്ടില്ല പഴങ്കഞ്ഞി ബുഫേയിലുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചുവന്നുള്ളിയും പച്ചമുളകും തൈരൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കഴിച്ച് പിന്നാലെ നമ്മളെ കാത്തുമ്മയും കുണിക്കുമ്പോളും വന്നു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും എടുത്തിട്ട് അവർക്ക് കൊടുക്കേണ്ടി വന്നിരുന്നു. അവർക്ക് 2-3 വട്ടം ഞാൻ എടുത്ത് കൊടുത്തു. അവിടെ ലൈവ് കിച്ചനായിട്ടുണ്ട്, അവിടെ മസാല ദോശയും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിക്കാം കേട്ടോ, ലൈവായിട്ട് ഉണ്ടാക്കി തരും. പിന്നെ ഒരുപാട് മിഠായികളും ബ്രെഡും പെന്നും ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ വയറ് ഫുള്ളായതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് മാലോട് ഇട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഗുസ്തിയെടുപ്പ് കാണുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് എന്തൊരു ഇഷ്ടപ്പെട്ടെന്നറിയാം. 2 സാധനമൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, കഴിയും പോലെ പതുക്കെ മേടിക്കാന്ന് വെച്ചിട്ട്. ഡീറ്റെയിൽസ് പറയുന്നത് എന്താ സംഭവം? പാലക്കാടിൻ്റെ 24 കാരറ്റ് പ്ലേറ്റഡ് ഓർണമെന്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ കേട്ടാ. അതായത് ജെൻസിനുള്ള ലേഡീസിനുള്ള കമ്മല്, പിന്നെ മാല, കൈച്ചിയൻ, പാദസരം, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരാളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആള് പെർമിഷൻ തരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ ആളെ കാണിക്കുള്ളൂ. അത് എനിക്ക് മുൻകൂട്ടി അറിയണ്ടോണ്ട് ഇത് വെള്ളിയിലുള്ള ഗണപതിയാണ് കേട്ടോ. ഇത് എല്ലാം 24 കാരറ്റ് പ്ലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെതായ റേറ്റും കാര്യങ്ങളും എന്തായാലും വരും. കാരണം ഞാൻ നോക്കിയൊരു സാധനം ഉണ്ടായിരുന്നു, ഇതല്ല ഇതിൻ്റെ കുറച്ച് വലുത്, ഞാൻ പുറത്ത് കാണിച്ചു തരാം കേട്ടോ. അതിന് ആനക്കുട്ടി. അപ്പോൾ അതൊക്കെ നല്ല റേറ്റും കാര്യങ്ങളും, നല്ല റേറ്റ്, ഗോൾഡ് റേറ്റ് തന്നെയാണ് ഇത് വരുന്നത് അല്ലേ. 24 കാരറ്റ് കാരണം അതിൻ്റെതായ ഇതെന്തായാലും ഉണ്ടാവും. ഞങ്ങൾ വീട് പണി കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെയൊക്കെ ഗിഫ്റ്റ് തരണമെന്നുണ്ടെങ്കിൽ പറക്കാൻ ഈ ആനേനെ വേണ്ട, പുറത്തൊരു ആനേനെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതെനിക്ക് ഗിഫ്റ്റായിട്ട് തരാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. വളകള്, ലേഡീസ് വളകള്, കമ്മലുകള്, പിന്നെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കും. ഏത് ഇതല്ലേ വാലന്റൈൻസ്ക്ക് തരാൻ പറ്റിയ സാധനം മൂലിക. കുറേ എന്താ പറയാ ട്രഡീഷണൽ ആയിട്ടുള്ളതും മാതാവൊക്കെ ഉണ്ടല്ലോ, എല്ലാരും ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു ഇതാണ് എന്താ പറയാ, ഒത്തൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ഗീവറീസ് പുണ്യാള്. ഞാനാട്ടെ ഇരിക്കണം കുന്നത്തിന് അല്ലെ, കുന്നപ്പുറത്ത്. അങ്ങനെ എല്ലാം കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇവരുടെ അക്കൗണ്ട്സ്, ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോ. കാരണം അടിപൊളി എന്താ പറയാ, ട്രഡീഷണല് ഇതാ ഇവിടെ എനിക്കൊരു ബില്ല് എടുത്ത് തരാൻ വേണ്ടിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അവള് നോക്കിക്കൊണ്ട്. ഏതാ? മംഗൾസൂത്ര. യെസ്,
ഞാൻ അവനോട് പറഞ്ഞ കല്യാണത്തിന് താല് അങ്ങനത്തെ മതിയെന്ന്, അന്നാ സമ്മതിച്ചില്ല. നല്ല കാര്യം. ഇപ്പൊ എന്തായി പിന്നെ മോതിരങ്ങള് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഒരു ഗോൾഡ് ഷോപ്പിൽ കയറിയ പോലെയാണ്. ഗോൾഡ് ഷോപ്പ് തന്നെയാണ് സത്യത്തിൽ ഇത്. 24 ആണ് മാത്രം. നല്ല മോഡലുകളാട്ടോ, നമുക്ക് ഇഷ്ടപ്പെടും. ഏത് മാല ഉണ്ടായാലും ഒന്ന് ഇട്ടാക്കാൻ തോന്നും. ഞാൻ കുറെ ഇട്ട് നോക്കി കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് ഒക്കെ ആഡ് ചെയ്ത് തരാം കേട്ടോ. അതിൽ ഇവിടെ മാത്രമല്ല പുറത്തും ഉണ്ട് ഇതിന്റെ ഒരു. ഇത് കുറച്ച് ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറിയ എന്താ പറയാ ചെറിയ ചെറിയ മലയാളാണെങ്കിൽ അവിടെ സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ആഗ്രഹം പറഞ്ഞ ആ ഒരു ഇതില്ലേ, ആനാന കാണുന്നു. ഈ ഒരു ആനേനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ കണ്ടില്ലേ ഫുള്ള് ഹെവി സാധനങ്ങളാണ്. അടിപൊളിയാണ് കേട്ടോ കാണാനും. ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വീടുകളിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. എന്തോ നോക്കുന്നുണ്ട് കാര്യമായിട്ട്. അപ്പോൾ അടുത്തതിൽ നമുക്ക് വാങ്ങാല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും നമ്മള് ഒരു ആനേനെ പിന്നെ ഒരു നെക്ലേസ് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് യെസ് അപ്പൊ വലിയ ലിസ്റ്റ് അങ്ങനെ ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലേ പറക്കാട്ടല്ലേ. അതിൽ കറക്റ്റ് ഇത് തന്നെ 24 കാരറ്റ് പ്യുവർ ഗോൾഡ് ഓർണമെന്റ്സ് ആണ്. പിന്നെ ആള് ഇടയിൽ പെട്ടുണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും കുഴപ്പമില്ല. ആളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൊന്നോ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞ് പിന്നെ ആളുടെ പേര് തന്നെ ഒരു വെറൈറ്റി പേരാണ് കേട്ടാ, നീതി അല്ലേ. നീതി ഞാൻ ഫസ്റ്റ് തന്നെ നമുക്കൊരു ക്യാച്ചിന് അധികം കേൾക്കാത്തൊരു പേരാണ്. അല്ല അത് ഞാൻ എപ്പോഴും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു അടിപൊളിയാണ്. കാരണം നമ്മളായിട്ട് പെട്ടെന്ന് അവര് അവിടെ ഒരാളുണ്ട് കേട്ടോ റിസപ്ഷനില്. ആളിപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്, ആൾ ബിസിയാണ്, പണി നടന്നോട്ടെ നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ആളാണ് കേട്ടോ ഇതിന്റെ ഇൻചാർജ് അല്ലേ. അപ്പോൾ വരിക, നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് വന്നിട്ട് നോക്കുക. എല്ലാം ഓൺലൈനായിട്ടും ഇല്ലേ. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാ സ്ഥലങ്ങളിൽ വരെ ഷോപ്പ് ഉണ്ട്. ഞാൻ എവിടെ പോയി നോക്കിയാലും നിങ്ങളുടെ ഷോപ്പിൽ കാണാറുണ്ട്. എന്റെ കണ്ണിൽ പെട്ടെന്ന് പെടാറുണ്ട്. ഇങ്ങനത്തെയൊക്കെ പെട്ടെന്ന് പെട്ടു. വേറെ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടല്ലോ. അല്ല എന്തായാലും ഇപ്പൊ വന്നപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ കയറിയില്ലേ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ കയറുന്നത്. കയറിയപ്പോ മനസ്സിലായി ഈ നോട്ടം തന്നെ ഇപ്പോഴും മാറ്റിയിട്ടില്ല ഓരോ സാധനത്തിന്റെ മുകളിൽ. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നു കേട്ടോ. നമ്മൾ പോകുമ്പോ റൂം ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് അടിപൊളിയാക്കിട്ടാ റൂം. എന്താ നമ്മള് പുതിയ വീണ്ടും താമസിക്കാൻ വന്ന പോലെ അത്ര ക്ലീൻ ആയി റൂമൊക്കെ അടിപൊളിയായിരുന്നു. ഇന്ന് നമ്മള് ഇനി ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കുറച്ച് ആക്ടിവിറ്റി ഏരിയകൾ. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണണം. അവിടെ അച്ഛനും അമ്മയും ആ റൂമിലുണ്ട്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകില്ല. അവർ ഫുഡ് വെച്ച് ഒന്ന് കിടക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശല്യം ചെയ്യണല്ലോ. അപ്പോൾ സെറ്റപ്പ് ആക്കിയിട്ട് അവർ റൂമും കാര്യങ്ങളൊക്കെ റെഡി ആക്കി. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്താലോ. ജീപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടാ. എന്താണ് വണ്ടി പറഞ്ഞ കഥ ജീപ്പ് ഒരു ടെൻഷനേ വേണ്ട. കാരണം എത്ര പൊന്നോ അപ്പൊ ജീപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. നമുക്കുള്ള ജീപ്പ് എത്തിട്ടാ പോവാമ്മ. ആ കേറിക്കോ കേറിക്കോ. ടെൻഷൻ അടിച്ചിട്ട് അമ്മ ഇരിക്കണേ എന്താവും എങ്ങനെയാവുന്നുള്ള ഇതിലാണ്. കുഴപ്പമില്ല, ഇന്നത്തോടെ ചേട്ടൻ പേര് മാറ്റി തരും. കേറട്ടെ തക കേറട്ടെ.
യെസ് ഞാൻ കയറി. അപ്പൊ നമുക്ക് പോയാലോ? അപ്പുറത്ത് കുടിക്ക് അപ്പുറത്ത്. അവര് ട്രാക്കിങ് ഓരോരുത്തരായിട്ട് മെല്ലെ മെല്ലെ വരട്ടെ. നിന്റെ ഉടുപ്പ് ചവിട്ടുന്നു. സൈഡ് സൈഡ് കൊടുക്കാം. ഇതാ ഇവിടെ ഒരു ആന നിൽക്കും. അച്ഛ സൈക്കിൾ ആവട്ടെ അച്ഛാ. നല്ല സ്പീച്ച് ഔട്ട്. ഓക്കെ സ്പീച്ച് ഔട്ട്. ഞാൻ എന്ത് ചെയ്യാൻ? ഇത് കണ്ട പിന്നെ ഇനി പിള്ളേരിന് വെറുതെ വലിച്ചുകൊണ്ടല്ലേ താഴത്ത് വന്നിട്ട് ഒരു കാപ്പി കടിക്കാണ്. കറക്റ്റ് നല്ലൊരു സ്പോട്ട് അല്ലേ? അത് നമ്മള് ജീപ്പിങ്ങിൽ വന്നതാണ്. ജീപ്പിങ്ങില് എല്ലാരും തറങ്ങി പോയി. ആദ്യമൊക്കെ നിന്റെ തറങ്ങി. ഞാനില്ല. അവൾക്ക് തലയില്ലാത്ത അവൾക്ക് അത് കറങ്ങിയില്ല. അതുണ്ടായത് അതിന് വേണ്ട കുറച്ച് ബുദ്ധി. ഞാന് തറങ്ങിയില്ല. ഞാന് അതാണ് ആ രണ്ട് പല്ല് കാറ്റ് തളകി പോലെ നിൽക്കുന്നത്. അതിന്റെ ആണോ? നല്ലൊരു സ്പോട്ടാട്ടാ. ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ കാണാൻ നല്ല രസമായിട്ട് ഒരു ചായക്കൊടി. അവരുടെ സ്നേഹം മോഹന സന്ധ്യയിൽ മോഹസിന്ദൂരം ചാർത്തി നിന്നു. രാസയാമങ്ങൾ തൻ സാന്ദ്ര നിമിഷങ്ങളിൽ സരരാഗലരാവിൻ സ്വയംവരമാ. മെല്ലെ നിഗൂഢമായ ഒരു വനത്തിലേക്ക് കയറുകയാണ്. വെള്ളം ഉണ്ടാകുന്നതാ തോന്നുന്നു കേട്ടോ.
തോന്നുന്നു വെള്ളം ഉണ്ടാവുന്നു കേട്ടോ അവിടെ. അവിടെ വെള്ളച്ചാട്ടം ഉണ്ട് ചെയ്ത് അതിശെറുതോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ അവിടെ വെള്ളച്ചാട്ടം. അവിടെ എന്ത് പരിപാടി ഉണ്ടല്ലോ, കാട്ടിൻ്റെ ഉള്ളിൽ റൂം ഉണ്ട് കേട്ടോ ഇവിടെ. അത് കാണാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാനുള്ള യാത്രയാണ് ഇപ്പം ഇത് അല്ലേ. കാട്ടിനുള്ളിലുള്ള റൂം കാണണമെന്ന്. പക്ഷെ ഈ ഒരു വരവ് വേറെ തന്നെ ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ. പുലിനെ പേടിച്ചിട്ട് നടക്കണം. നമ്മളന്ന് പോയതിന്റെ പിന്നെ ഒരു കുട്ടീനെ പുലി പിടിച്ചു പണ്ട് മൂന്നാർ പോയിട്ട് പണ്ടല്ല മുന്നേ മൂന്നാർ പോയപ്പോ. അപ്പൊ നമുക്ക് റൂം ഒന്ന് കാണാം. കേറി വെക്ക. ഇതാണോ ഈ വഴിയാ? ഈ വഴിയാണ് ഈ വഴി. ഇതാണ് കേട്ടോ പുറത്തെ ആംബിയൻസ് ഒന്ന് കാണാം ആദ്യം. ഇത് കൊറേ ഉണ്ടല്ലോ റൂമുകള്. നമുക്ക് റൂം കാണണമെന്ന് പറഞ്ഞപ്പോ നമുക്ക് റൂം കാണിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. കൊക്ക ഒരു വലിയ കൊക്കയാണ് ഗൈസ്. ഹലോ ഉണക്കാ ബെഡിക്ക് ഒന്ന് കയറില്ല കേട്ടോ ഉണക്കാ. അമ്മേ ഇതിനുള്ളിൽ കിടക്കാനെ കുറച്ച് ധൈര്യത്തിൽ വേണം ഇരിക്കാൻ. ബാത്റൂം ഒക്കെ നല്ലൊരു വ്യൂ കണ്ടോട്ടാ. കണ്ടോ ഇവിടെ പൂ മങ്ങിയില്ലതാട്ടോ. ഓ നല്ല സുഖം കേട്ടോ. ശരി ഞാനും ഈ വലയിൽ കയറുമ്പോ നടക്കുന്നത് വല. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നപ്പോൾ നമുക്കൊരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 4 മണി 5 മണി ആയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. കാരണം ഇന്നലെ ഞാൻ ഇറങ്ങിയിട്ടില്ല. എൻ്റെ ഒരു വിഷമം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുവരികയാണ്. കാരണം അവന് ഭയങ്കര മടി, നല്ല തണുത്ത വെള്ളമായതുകൊണ്ട് തന്നെ അവന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവനെ പിടിച്ചു വലിച്ച് ഞാൻ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അവ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സിമ്പിളായിട്ട് ഇറങ്ങി. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും തണുപ്പ് തോന്നിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പം ഇത് ചെറിയ റീൽസിൻ്റെ അടുത്ത വീഡിയോ ആണ്. അത് അത്രയും കുറച്ച് ആക്ടിങ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അത്ര നമ്മളിങ്ങനെയൊന്നും അറിയില്ല. നമുക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാട്ടാ. ഉണ്ണികളെ ബാക്കിൽ നിന്ന് എന്ത് സീരിയസ് ആയിട്ട് വന്നുള്ള ദിവസമാണ് ഞാൻ കാണിച്ചപ്പോൾ അവർ ബാക്കിൽ നിന്ന് ഉന്തിയതാണ് എന്നെ ഇറക്കാൻ വേണ്ടിയിട്ട്. ആ നേരത്തെ തന്നെ എൻ്റെ കയ്യിലിട്ട് ഏട്ടെടുത്ത് മുക്ക് തന്നെ. അവൻ അങ്ങനത്തെ ശീലമുണ്ട്, കുറച്ച് വെള്ളം കുടിച്ചാലേ നീന്തൽ പഠിക്കണോ എന്ന് പറയണവനാ. അപ്പം അതുകൊണ്ട് എനിക്ക് അവൻ്റെ അടുത്ത് നിൽക്കാൻ പേടി. ഞാൻ കണ്ട അവൻ്റെ അടുത്ത് വലിച്ചോണ്ട് പോകുമ്പോൾ ഞാൻ പിടിവിടാതെ നിൽക്കുന്നു. അവടുത്ത് മുക്കും. അവൻ അങ്ങനത്തെ ഒരു ഭ്രാന്തുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ കുറച്ച് നേരം കുണുക്കനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. എൻ്റെ ഒക്കത്ത് കാത്തുമ്മ കയറി. കാത്തും പിന്നെ ഡ്രസ്സൊക്കെ ഊരിയിട്ടാണ് അവൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ പിന്നെ കയറുമ്പോൾ ആ ഡ്രസ്സ് നനഞ്ഞത് മേത്ത് എടുക്കുമ്പോഴേ ആൾക്ക് പെറ്റിന് തണുത്ത് വിറയ്ക്കുമല്ലോ. അപ്പം ഞാൻ ഡ്രസ്സ് ഊരിയിട്ടാണ് കാത്തുമ്മേനെ ഇറക്കിയത്. അല്ല ചെറുതല്ലേ. ആ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഞാൻ അവളും കൊണ്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ആ കുണുക്കനെ മുക്കുന്നുണ്ട് വെള്ളത്തേക്ക്. അമ്മ ചക്കമേനെ എടുത്തിട്ടുണ്ട്. എല്ലാവരും അമ്മ ഇറങ്ങി ഇല്ല, അച്ഛനാണ് ഇപ്പോൾ ചക്കമേനെ എടുത്തിട്ടുള്ളത്. ഇതുവരെയ്ക്കും അമ്മ ഇറങ്ങിയിട്ടില്ല. അമ്മ ഇറങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ നിന്നിട്ട് നല്ല തണുത്ത വെള്ളമാണ്, ഞാൻ ഇറങ്ങണില്ല. അച്ഛൻ പറയാം ഭയങ്കര തണുപ്പാണ്, തല മുക്കാൻ പറ്റില്ല, ജലദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുണുക്കനവിടെ നിർത്തിയതിന് ശേഷം ഏട്ടൻ കുണിക്കീനെ എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഏട്ടന് പേരനൊക്കെ എടുത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും കൊണ്ട് പോകണുണ്ട്. അച്ഛനും കൊണ്ട് തല മുക്കാൻ വേണ്ടിയിട്ടോ അച്ഛനും കൊണ്ട് പോകുന്നത്. അച്ഛൻ പക്ഷെ മാക്സിമം നീന്തി പിടിച്ച് നിന്ന്. നമുക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് നമുക്കിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അച്ഛന് നീന്തൽ അറിയണോണ്ട് അച്ഛനെ പിടിച്ച് നിന്ന്. അങ്ങനെ ഭയങ്കര രസം. നല്ലതായിട്ട് ഭയങ്കര കളിയും ചെറിയും വർത്താനൊക്കെ തന്നെയായിരുന്നു.
അപ്പോൾ ആ ചക്കമ്മേനെ എടുക്കാനുള്ള പരിപാടിയിലാണ്. ചക്കമ്മയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മുക്കുമ്പോൾ അവൾ അയ്യാ അയ്യാന്നിട്ട് ഓളിടും കേട്ടോ. പെബി അയ്യോ എന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ചു എന്നാ തോന്നുന്നത്. അറക്കാൻ നിൽക്കുമ്പോൾ വേണ്ട, മുക്കാൻ നിൽക്കുമ്പോൾ അയ്യോ അയ്യോ എന്നിട്ട് ഓളിയുണ്ട്. ഇത് ഞാൻ കോപ്പറേറ്റ് കിട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മ്യൂട്ടാക്കിയതാണ്. അല്ലെങ്കിൽ ആളിങ്ങനെ ഓളിട്ടുകൊണ്ടേ ഇരിക്കമ്മ പിടിക്കമ്മ രക്ഷിക്കമ്മ എന്നിട്ട്. എന്നുവെച്ചാൽ ബേബി റൊക്കത്തൊന്നും മാറ്റാൻ നോക്കി കഴിഞ്ഞാൽ പോവില്ല. ബേബി റൊക്കത്തന്നെ റിട്ടേൺ കയറും. കാരണം ആൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് അവസാനം അമ്മ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. എന്താ പറയുക, നമുക്കിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പുള്ളി കളിക്കാൻ നല്ല രസമായിരിക്കും. അങ്ങനെ ഞങ്ങൾ കാത്തുമ്മനെ അടുത്ത് 2 റീലെടുക്കാൻ നോക്കിയതാണ്. കാത്തുമ്മ ശരിക്കും നിന്ന് തരുന്നൊന്നുമില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര വാശിയാണ്. അവൾ നിന്ന് തരുന്നൊന്നുമില്ല. അവളിങ്ങനെ അലമ്പിടിച്ച് ഓരോന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എൻ്റെ ഒക്കത്തൊന്നും മാറാൻ പറ്റില്ല. എനിക്കതുകൊണ്ട് ശരിക്കും വെള്ളത്തിൽ കളിക്കാൻ പോലും പറ്റിയില്ല. ഞാനാണ് ആഗ്രഹിച്ചത് വെള്ളത്തിൽ കളിക്കാൻ, പക്ഷെ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഞാനും ഏട്ടനും കാത്തുമ്മ കൂടി കയറി അമ്മ അച്ഛനും കൂടിയിട്ട് കുണിക്കനും കുണിക്കനും പിടിച്ച് കളിക്കാട്ടോ. ഇപ്പോഴും 7 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെല്ലെ അകത്ത് കയറി ഡ്രസ്സൊക്കെ ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പിന്നെ ചായ ഉണ്ടാക്കി ചായ കുടിച്ചുകൊണ്ടിരിക്കുക. നല്ല ചൂട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും തണുപ്പത്ത് പിന്നെ വേറൊരു റൂമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാണിച്ച് തരുമോ ചേച്ചിട്ട് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൂളിലാട്ടോ നമ്മൾ ഫുള്ളും കളിച്ചത്. ഇതെനിക്ക് തോന്നുന്നു പൂൾ റൂമാ തോന്നുന്നു. ഇറങ്ങി പോവാനുണ്ട് ഗായ്സ്. ഒരു ഏതായാലും റൂമ് നമ്മൾ കുറച്ച് നടക്കണായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കഴിഞ്ഞ് റൂമിൽ തന്നെ വെള്ളച്ചാട്ടം. സൂപ്പറാട്ടോ. നമുക്ക് ഇവിടെ പൂളുണ്ട്, റൂമിൽ തന്നെ പൂളുണ്ട് കേട്ടോ. അമ്പോ അടിപൊളി. ഒരു ദിവസം അടിക്കാനല്ലേ വരാട്ടോ. സുഖ പിന്നെ നിങ്ങളെ ഞങ്ങൾ കാണേണ്ടി വരില്ല. പൂള് അമ്മായി ഒരു ദിവസം ഇങ്ങോട്ട് വരണെന്ന് കുണിക്കനെ. ഉറങ്ങാൻ പോലും പറ്റൂല. അപ്പുറത്തൊക്കെ വേറൊരു വൈബാ, വേറൊരു വൈബാ. വെള്ളംചാട്ടം കണ്ടുകൊണ്ട് തന്നെ കിടക്കുക. വാഷ്റൂം വേറെ ഫീൽ തന്നെയാട്ടെ റൂം അല്ലേ. ഈ ഒരു ശബ്ദം ഇതൊക്കെ ഒറിജിനൽ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ബേബി കാർഡ് എടുത്തിരിക്കുകയാണ്. ആ ഇപ്പൊ ആരൊക്കെ വള്ളത്തിന് ഒരു പൂളിന്നാണോ ഈ ശബ്ദം എന്ന് ഞാൻ വിചാരിച്ചു. ആ പൂളിൽ അങ്ങനെ വരുന്നോന്ന് വെച്ചു. റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നോക്കുമ്പോ ഇങ്ങനെ ഒറിജിനൽ ആയിട്ടുള്ള പോലെ കല്ലും മരവും. ആ ഈ വെള്ളം അല്ലെങ്കിൽ അറിയൂലേ. എല്ലാ റൂമിലും നമ്മളെ പുറത്തേക്ക് ഇറങ്ങി
ബാൽക്കണിക്ക് ഇറങ്ങുമ്പോ നമ്മൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ. തേയിലത്തോട്ടം കാര്യമല്ല മൂന്നാറ് നമുക്ക് അത് കാണുമ്പോഴാണ് ആ ഒരു ഫീൽ. മൂന്നാറ് നമ്മൾ റൂമിൽ എപ്പോഴും ആ തേയിലത്തോട്ടത്തോട് തന്നെ ഏറ്റവും രസം അതല്ല ആ ഒരു കോട ഇറങ്ങുന്ന ഒരു അത് അടുത്ത് പറയാൻ വെക്കുന്നത് തേയിലത്തോട്ടം ആ കോടയും കൂടെ ഉണ്ട്. ഞങ്ങള് 2 ദിവസം രാത്രി ഒരു 12 മണിയൊക്കെ നമ്മള് റൂമിന്റെ പുറത്ത് ബാൽക്കണി ഇരിക്കുന്നേന്നിട്ട് ആ കാഴ്ചകളൊക്കെ കണ്ട്. തേയിലത്തോട്ട് പല സ്ഥലങ്ങളും ഇന്നലെ ശരിക്കും ഞങ്ങൾ അടിച്ചു പൊളിച്ചു. പക്ഷെ എനിക്ക് വീട് കേട്ടോ പറ്റില്ല. ശരിക്കും അടിച്ചു പൊളിച്ചു. ഇന്നലെ ഭയങ്കര എൻജോയ്മെന്റ് ആയത്. നിങ്ങള് രണ്ടാളോട് നിങ്ങൾ ഹാപ്പി അല്ലേ? ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇതിന്റെ ഉള്ളിൽ കയറാത്തോ? ബേബി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ടെൻഷനാണ് നമ്മൾ അടുത്ത ട്രിപ്പ് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെൻഷൻ മാറ അപ്പൊ കൊടുക്കാൻ പറയുന്ന എന്റെ ടെൻഷൻ മാറിയില്ല കുറച്ചും കൂടി ഉണ്ടെന്നല്ലേ കൊടുക്കാ. നമുക്ക് ഇനി കുറെ കാര്യങ്ങളുണ്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇനി കുറച്ച് ദിവസം നമ്മൾ ബിസിനെ ആയിരിക്കും. ഇവിടെ കാത്തുമ്മയുടെ മുടി കണ്ട വളർന്ന് പന്തിലിച്ചു. നമ്മളത് മെയ് ലാസ്റ്റോട് കൂടിക്ക് വേണ്ടി വെച്ചൊരു മുട്ടയായിരുന്നു. നമ്മളത് അവിടെ എനിക്ക് എത്താത്ത കാരണം നമ്മള് പെട്ടെന്ന് തന്നെ നമ്മൾ ആ പ്ലാനിങ് എല്ലാം പോയ കാരണം നമ്മള് അത് പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കാതെ വെച്ച്. അമ്മേ കാത്തു നല്ലത് ഇത് ഉറക്കം വരുന്നുണ്ട്. അതിന്റെ അപ്പൊ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറിയില്ലേ? കൊറേ കാലം ചെയ്ത് നിൽക്കാണ്ട് ഇനിയിപ്പോ പോയാലും നമ്മുടെ നാട്ടിൽ പൂരാ വീട്ടിലെന്തായാലും ആഘോഷിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താന്നൊക്കെ പറഞ്ഞ് വഴിയേ പറയും. നമ്മുടെ അടക്കം സെറ്റ് പൂരൊക്കെ ആകുമ്പോ നമ്മുടെ ആദ്യം പൂരത്തിന് നമ്മള് കുറച്ച് ഗസ്റ്റ് ഒക്കെ വിളിക്കാനൊക്കെ വിചാരിച്ചു പോയത്. പക്ഷെ നമ്മൾ ഇങ്ങനെ പെടുന്നു വിചാരിച്ചു പോവാ. ഇനി എന്തായാലും ഞങ്ങള് മാത്രല്ല നമുക്കും നമ്മള് മാത്രം മതി. വേറെ ഒന്നും ഉണ്ടാക്കിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോലോ. അവിടുത്തെ റൂമിന്റെ കാർഡ് ഇല്ല വിഷമേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകാണ്ട് മുന്നേ അവിടെ ഫ്രണ്ടിൽ തന്നെ വേറെ കുറച്ച് കുട്ടികൾ കളിക്കാനും കാണാനും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല ഏരിയകളുണ്ട് കേട്ടോ. ഇപ്പോൾ ആർക്കാട്ട് റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ 3 ആൾ കൂടി ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. കാത്തുമിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങണമെന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. കാളവണ്ടിയോ അങ്ങനെ എന്താ ഇതല്ലേ കുണിക്കൻ എൻ്റെ ഡ്രൈവറായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ എന്നിട്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കാം. നമുക്ക് പിള്ളേരിലുണ്ട് നമുക്ക് അത്രയും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അമ്മേരെ അച്ഛന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൊടുക്കട്ടെ. ഇതൊരു ഭംഗി വെച്ചിട്ട് വാലന്റൈൻസ് ഡേ ആയിട്ട് അവൻ ഒരുപാട് സെറ്റിങ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് നമ്മൾ കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അച്ഛനമ്മ ഉമ്മയ്ക്ക് കൊടുത്ത് അവർ ഭയങ്കര ഹാപ്പി ആട്ടോ. നമ്മൾ അവരെ ഹാപ്പി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാത്ര പ്രത്യേകിച്ച് വെച്ചത്. പക്ഷെ അവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പേരെന്തായിരുന്നു? നീതി. പേരെന്തായിരുന്നു? ആളുടെ പേര്? ആള് ഫുള്ള് സൈഡ് ചെയ്തിട്ടുള്ള പോകുന്നത്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇവരൊക്കെ. ഇതാ അവിടെ ഒരാളുണ്ട്. ഇത് ഡബ് ചെയ്തോളൂ കേട്ടോ പറഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് പോകണം.